ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്നലെ ആക്ച്വലി യു എസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിരുന്നു 2.4. അത് കാരണം യു എസിലെ നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് ആദ്യമായിട്ട് 20,000 ക്രോസ് ചെയ്തു. ഏകദേശം 350 പോയിന്റാണ് യു എസ് മാർക്കറ്റിലെ ടെക്നോളജി സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ IT കമ്പനീസിലും ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് റിഫ്ലക്ട് ചെയ്തു. ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള റിലയൻസ്, LNT തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിനെ താഴേക്ക് ഇടാനായിട്ട് ശ്രമിച്ചെങ്കിൽ കൂടിയും ഇൻഫോസിസ്, TCS പോലെയുള്ള IT കമ്പനീസിന് പോസിറ്റീവായിട്ടുള്ള കുറച്ച് ഓർഡർ കിട്ടിയ ന്യൂസ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ നാസ്ഡാക്കിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇവിടെ ഡെലിവർ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് IT സെക്ടർ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. എങ്കിലും നിഫ്റ്റിയും മറ്റുള്ള ഇൻഡെക്സുകളിലും സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എസ്പെഷ്യലി FMCG, റിലയൻസ്, LNT പോലെയുള്ള സ്റ്റോക്കുകളിൽ. കേരളത്തിൽ നിന്നുള്ള മുത്തൂറ്റെല്ലാം തന്നെ 3% ഒരു റാലി രേഖപ്പെടുത്തി. ഗോപാൽ സ്നാക്സ് ഇവരുടെ പ്ലാന്റിൽ ഒരു ഫയർ ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഗോപാൽ സ്നാക്സ് 6% ഒരു ഫോൾ രേഖപ്പെടുത്തി. ഇനി വേദാന്തയുടെ ബോണസ് ഡിവിഡൻഡ് ഡേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേദാന്ത ഒരു പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് വരുന്നുണ്ട്. പക്ഷേ ന്യൂസിൽ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാനിന്ന് 4 മണിക്കാണ് ന്യൂസ് ചെയ്യുന്നത്, ഒരു എമർജൻസി കാര്യം ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് അറിയാവുന്ന ആളുകൾ കമൻറ്റിൽ ഇൻഫ്ലേഷൻ ഡേറ്റയും FISൻ്റെയും DSൻ്റെ ആക്ടിവിറ്റീസ് അപ്ഡേറ്റ് ആയിട്ട് വരും. അതും കമൻറ്റിൽ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടും. നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് അദാനി എൻ്റർപ്രൈസസ്, ഭാരത് എയർടെൽ, ടെക്കം, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് NTPC, HUL, ഹീറോ മോട്ടോ കോർപ്പ്, കോൾ ഇന്ത്യ, BPCL തുടങ്ങിയ കമ്പനീസ്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് ഒരു ചെറിയൊരു ഫോള്. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 147 പോയിൻ്റാണ് ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് അല്ല, ഇന്നത്തെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് നിഫ്റ്റി ഫോളോ ആയിട്ടുള്ളത്. ഇൻട്രാഡേ ഹൈയിൽ നിന്നാണ് നിഫ്റ്റി 147 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് നിഫ്റ്റി 93 പോയിന്റും നിഫ്റ്റി ഫിനാൻസ് ഏകദേശം 76 പോയിന്റിൻ്റെയൊക്കെ ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിനിൽ ശക്തമായ ഒരു റാലി. $2,930 പെർ ഡോളറിനാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത്. 1,00,000 കവിഞ്ഞു. ബ്രന്റ് ഓയിൽ 73. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $2,716 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് നിന്ന് ഫർദറായിട്ട് ഒരു 0.5% ഒരു ഫോൾ ഉണ്ടായി. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് 500 പോയിന്റും ഓസ്ട്രേലിയ 23 പോയിന്റിൻ്റെ ഇടിവും, കൊറിയ 1.5% റാലിയും, ചൈന 1% അടുത്ത് റാലിയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റെല്ലാം തന്നെ ഒരു ഫ്ലാറ്റായ രീതിയിലും വ്യാപാരം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് അടുത്ത ആഴ്ച കൊച്ചിയിൽ വെച്ചിട്ടുണ്ട്. ഇനി കൊച്ചിയിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈൻ ജോയിൻ ചെയ്യാം. കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂസിൽ ആദ്യമുള്ളത് TCS ആണ്. TCS ഡെൻമാർക്കിലുള്ള ഒരു ഇൻഫ്ര കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. റിലയൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, റഷ്യയിൽ നിന്ന് റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓയിൽ കമ്പനി റിലയൻസിന് വിലക്കുറവിൽ ക്രൂഡെല്ലാം തന്നെ സപ്ലൈ ചെയ്യുമെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. നാൽക്കോ ഇന്ന് 8% ഫോൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ അലൂമിനിയത്തിൻ്റെ എല്ലാം തന്നെ പ്രൈസ് $600 നിന്ന് $820 സ്പൈക്ക് ചെയ്തു. അതാണ് നാൽക്കോ ഇന്ന് ഫോൾ ഉണ്ടാക്കിയത്. HDFC ബാങ്ക് സെബി ഒരു റെഗുലേറ്ററി നോൺ കംപ്ലയൻസ് വാർണിംഗ് ലെറ്റർ HDFC ബാങ്കിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. IPO വരുമ്പോൾ സായി ലൈഫ് സയൻസ് IPO 30% സബ്സ്ക്രൈബ് ആയി എന്നുള്ള ന്യൂസ്. NLC ഇന്ത്യ കമ്പനി ഇവരുടെ തെർമൽ പവർ പ്ലാന്റിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. NBCC കമ്പനി 445 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ NBCC കമ്പനിക്ക് ലഭിച്ചു. RVNL കമ്പനി 111 കോടി രൂപയുടെ ഒരു ഓർഡർ സതേൺ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. മൊബിക്വിക്ക് IPO രണ്ടാമത്തെ ദിവസം 50 മടങ്ങൊക്കെ ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. സിസുലോൺ എനർജി കമ്പനി HDFC മ്യൂച്വൽ ഫണ്ടും മിറ അസറ്റ് മ്യൂച്വൽ ഫണ്ടും സിസുലോൺ എനർജീൻ്റെ സ്റ്റോക്കുകൾ അക്യൂർ ചെയ്തിട്ടുണ്ട്. ബ്രിട്ടാനിയ CEO എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു ഫിനാൻഷ്യൽ ഇയറോട് കൂടിയിട്ടാണ് ഈ ഡിമാൻഡെല്ലാം തന്നെ അവർക്ക് ഈ FMCG ഡിമാൻഡുകളെല്ലാം തന്നെ കിട്ടുന്നത്.
എന്നുള്ളതാണ് നമ്മൾ കണ്ടു. FMCGയിൽ ഒരു സ്ലൈറ്റ്ലി ഒരു സെല്ലിംഗ് മോഡൽ ആണ് ഉണ്ടായിരുന്നത്. ഗോദ്രേജ്, കൺസ്യൂമേഴ്സൊക്കെയാണ് ഇത് ആദ്യം തുടക്കം കുറിച്ചത്. റവന്യൂ ഫോർകാസ്റ്റ് കുറയുമെന്ന്. ഇതിനുശേഷം ഇപ്പോൾ ബ്രിട്ടാനിയാണ് ഒരു വലിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഉണർവ് പകരുമെന്നാണ് HSBCയുടെ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2025 ഫിനാൻഷ്യൽ ഇയറിലാണ് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖല മുന്നോട്ട് വരുമെന്ന് HSBC പറഞ്ഞിരിക്കുന്നത്. അദാനി ഗ്രീൻ കമ്പനി 250 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്രൊജക്റ്റ് രാജസ്ഥാനിൽ കമ്പനി ഉദ്ഘാടനം നടത്തി. സ്റ്റോക്ക് ഇന്ന് അത് റിയാക്ട് ചെയ്തിട്ടുണ്ട് പോസിറ്റീവായിട്ട്. സിയറ്റ് സ്റ്റോക്ക് ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ന്യൂവാമ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി സിയറ്റിനെ അപ്ഗ്രേഡ് ചെയ്തു. സിയറ്റ് കൺസ്ട്രക്ഷൻ ടയർ കമ്പനീനെ അക്യൂർ ചെയ്ത ന്യൂസ് എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഗോദാവരി പവർ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. പ്രധാനമായിട്ട് ഗോദാവരി പവർ ഒരു RLNG നാച്ചുറൽ ഗ്യാസ് പ്രൊജക്റ്റിൻ്റെ എഗ്രിമെൻറ്റ് ചെയ്തതായിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. വാരാസ് എഞ്ചിനീയറിംഗ് കമ്പനിയും ഗെയിൻ രേഖപ്പെടുത്തി. 170 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കിട്ടിയ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. GHCL കമ്പനി ഇവരുടെ പുതിയ സോഡ ആഷ് ഗ്രീൻഫീൽഡിന് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള ന്യൂസ്. ഇനർജിനെ കമ്പനി കൊട്ടാക് സെക്യൂരിറ്റീസ് ഇവർ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. ശക്തി പമ്പ് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 25,000 കോടി രൂപയുടെ ഒരു സോളാർ വാട്ടർ പമ്പിംഗ് സിസ്റ്റം ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചുള്ള ഒരു ഓർഡർ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തുനിന്ന് ശക്തി പമ്പിന് ലഭിച്ചിട്ടുണ്ട്. ഇതാണെന്ന് ശക്തി പവർ കമ്പനി ഇന്ന് ഏകദേശം ഒരു 5% ഒരു ഗെയിൻ രേഖപ്പെടുത്താനായിട്ട് കാരണമായത്. 5% ഓൾമോസ്റ്റ് യൂസ് ആയിട്ടുണ്ട് ശക്തി പമ്പ്. അപ്പോൾ സ്റ്റോക്കുകളെല്ലാം തന്നെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ന്യൂസ് ഡ്രിവൺ ആണ്. ന്യൂസ് ഡ്രിവൺ ആണെന്ന് കരുതി നമ്മൾ ചാടി കയറി സ്റ്റോക്ക് ബൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. സ്റ്റോക്കിന് ഉള്ള ഒരു നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള ന്യൂസുകളും സ്റ്റോക്കിന് മുന്നോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ഉള്ള ആ ഒരു മൂവ്മെൻറ്റിന് കാരണമാകുന്നതാണ് ന്യൂസ് എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു ചാർട്ട് ഉണ്ടെന്നും ഈ സ്റ്റോക്കിന് ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യണമെന്നും നമ്മൾ ബോധവാന്മാരാവണം. കാരണം ചാർട്ട് നോക്കാതെ നമ്മൾ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് P&L ഒക്കെ നോക്കിയാണ് ട്രേഡ് ചെയ്യുന്നത്. ട്രേഡ് എടുത്തതിന് ശേഷം ചാർട്ട് നോക്കുന്നില്ല, എത്ര ലോസ് എത്ര പ്രോഫിറ്റ് എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. എനിവേ അടുത്ത ഒരു കലണ്ടർ ഇയർ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ റെസൊല്യൂഷൻസെല്ലാം തന്നെ നമുക്ക് എടുക്കാം. ഈ വർഷം പറ്റിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റി ഒരു പുതിയ ഒരു ട്രേഡർ ആവാൻ എന്നുള്ള രീതിയിൽ നമുക്ക് മികച്ച പ്ലാനുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയാം. അത് പരമാവധി അത് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.